നന്ദി കൊണ്ട് നമുക്ക് സർവ്വതും നേടാം എന്നാണ്. ശരിക്കും നന്ദി ഇല്ലാത്തവരായതുകൊണ്ടാണ് നമ്മളിൽ നിന്നും സമ്പത്ത് പോകുന്നത്. എങ്ങനെയാണ് ഞാൻ പണത്തിനോട് സംസാരിക്കുന്നത്? നോട്ടിനെ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാവൂ. ചെയ്യാറുണ്ട്. അപ്പം അത്തരക്കാർക്ക് പറ്റുമെങ്കിൽ ആ ഒരു ടെക്നിക്ക് അതിൻ്റെ ഒരു അംശമെങ്കിലും പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിനൊരു മണിച്ചിത്രത്താഴ് അതിൽ ശോഭനയുടെ ആ ദേഷ്യം പോയതെങ്ങനെയാണ്? നമ്മളിലേക്ക് സമ്പത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും തിരയണ്ട, എൻ്റെ ഉള്ളിൽ എന്തോ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, നമ്മൾ തിരഞ്ഞാൽ മതി. നമുക്ക് സമ്പത്ത് വരണമെങ്കിൽ നമ്മളതിന് ഒരുപാട് പണം ചിലവാക്കുമോ ഒന്നും ചെയ്യണ്ട, നമ്മൾ അല്പം സമയം മാത്രമാണ് ചിലവാക്കേണ്ടത്. ഇത് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുള്ള, എനിക്കൊരു പുനർജന്മം തന്നെ തന്നിട്ടുള്ള ഒരു കാര്യമാണ് റേക്കി. നമ്മൾ സ്വയം പ്രകാശിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്പം കഴിഞ്ഞാലെങ്കിലും മറ്റുള്ളവർക്ക് ആ പ്രകാശം ഏറ്റുവാങ്ങിയേ തീരൂ. നമസ്കാരം, അമേസിംഗ് റേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറക്കണ്ട, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ബിജിനി മാഡം തന്നെയാണ്, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികം വലിയ വിഷയം തന്നെയാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പലരും വന്ന് സാമ്പത്തികത്തിൻ്റെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ നിലനിർത്താൻ പറ്റും, വ്യത്യസ്തങ്ങളായ മറുപടികൾ പറഞ്ഞു. അപ്പം എനിക്കും തോന്നി ബിജിനോട് ഇത് ചോദിച്ചാൽ കൊള്ളാമെന്ന്. എങ്ങനെ ഒരാൾക്കൊരു സാമ്പത്തികം വളരെ സേഫായി എന്നും നിലനിൽക്കുന്ന രീതിയിൽ ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ആ ഒരു സാമ്പത്തികം എങ്ങനെ നേടാൻ പറ്റും? നന്ദി കൊണ്ട് നമുക്ക് സർവ്വതും നേടാം എന്നാണ്. ശരിക്കും നന്ദി ഇല്ലാത്തവരായതുകൊണ്ടാണ് നമ്മളിൽ നിന്നും സമ്പത്ത് പോകുന്നത്. അപ്പോൾ വെറുതെ നന്ദി പറയുക എന്നല്ല, നമ്മളത് ഹൃദയത്തിൽ നിന്ന് പറയുക എന്നതാണ്. ഇപ്പോൾ ഡെയിലി നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് നന്ദി എഴുതിപ്പിക്കാറുണ്ട്. ഇത്തരം സാമ്പത്തിക പ്രശ്നത്തിന് ഹീലിംഗ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടും ഹോപ്പനോപ്പനോ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. നമ്മൾ പണം എന്തുകൊണ്ട് നമ്മുടെ ഇപ്പോൾ പണം നമ്മുടെ അടുത്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പണം വരുന്നുണ്ട് നിലനിൽക്കുന്നില്ല. അപ്പം അതെന്തായിരിക്കും? പണവും നമ്മളും തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു സ്നേഹബന്ധമുണ്ട്. ഈ സ്നേഹബന്ധത്തിന് എന്തോ ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പണം നമ്മുടെ അടുത്ത് നിൽക്കാത്തത്. ഇപ്പം നമ്മുടെ അടുത്ത് ഒരാൾ, നമ്മുടെ ഒരു സ്നേഹിതൻ അല്പ ദിവസമായിട്ട് നമ്മളോട് മിണ്ടാതിരിക്കുവാണ്, നമ്മളോട് പിണങ്ങിയിരിക്കുവാണ്, നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു നോക്കും. എടാ എന്താ, സോറി, എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ, നീ എന്താ മിണ്ടാതിരിക്കുന്നത്, നീ വാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹമാണെന്നൊക്കെ പറയില്ലേ. ഇതുകൂട്ട് തന്നെ പണവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതെങ്ങനെ സംസാരിക്കും? പണം നല്ലൊരു എനർജിയാണ്. പണവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്നിട്ട് ഹോപ്പനോപ്പനോ എന്ന് പറഞ്ഞ ടെക്നിക്ക് തന്നെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. നല്ല രീതിയിൽ വർക്കാവും. എങ്ങനെയാണ് ഞാൻ പണത്തിനോട് സംസാരിക്കേണ്ടത്? എങ്ങനെ, മനസ്സുകൊണ്ടാണോ അതോ എൻ്റെ കയ്യിലുള്ള നോട്ട് കെട്ടുകൾ ഫ്രണ്ട് വെച്ചിട്ട് നോക്കി സംസാരിക്കണം? അങ്ങനെയും സംസാരിക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു പ്രാക്ടീസ്, നമ്മുടെ നോട്ട് മുന്നിൽ വെക്കുക, എന്നിട്ട് ആ പണത്തിനെ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുക. നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുക. ഞാൻ എന്ത് തെറ്റാണെന്ന് എന്നോട് ചെയ്തത്, നീ എൻ്റെ അടുത്ത് നിന്ന് പിണങ്ങി പോവാൻ, ഈ രീതിയിൽ നമ്മൾ സംസാരിക്കാം. എല്ലാം എനർജിയാണ്. പണം നല്ലൊരു എനർജിയാണ്. പണത്തിനും ബോധമുണ്ട്, മനസ്സിലാക്കിക്കോളും. ശേഷം നമ്മൾ ഹോപ്പനോപ്പനോ പറയാം. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഇത് നമ്മൾ നിരന്തരം പറയാം. ഇങ്ങനെ പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഹീലിംഗ് ചെയ്യാം. പിന്നെ നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹീലിംഗ്, സാമ്പത്തികത്തിന് ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് മിക്ക പേരും അവരുടെ അച്ഛനുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കില്ല. അച്ഛനൊരു ഓടക്കായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരിലേക്ക് ആ പണത്തിൻ്റെ ഒരു ഒഴുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് ഹീലിംഗ് കൊടുക്കും, റേക്കി തന്നെ കൊടുക്കും. അപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കുകയാണെങ്കിലും പ്രശ്നമാണോ, അത് മരണപ്പെട്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു വിഷയം വരുന്നത്? രണ്ട് രീതിയിലും അങ്ങനെ വരാറുണ്ട്. അപ്പം ജീവിച്ചിരിക്കുമ്പോഴും അച്ഛനുണ്ട്, പക്ഷെ അച്ഛനുണ്ട് വലിയ മതിപ്പൊന്നുമില്ല. അങ്ങനെ വന്നാലും നമുക്ക് സാമ്പത്തിക പ്രശ്നം വരും. അതെ അതെ, വരും. അച്ഛനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അച്ഛനെ സ്നേഹിക്കുക, അച്ഛന് പണം കൊടുക്കുക, അതുപോലെ ആ ഒരു താവഴി നമ്മൾ ഹീൽ ചെയ്യുക. ചിലപ്പോൾ അച്ഛൻ അനുഭവിച്ച ഏതെങ്കിലും പ്രയാസങ്ങളായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ മക്കളിലേക്ക് വരുന്നത്.
അങ്ങനെയും സമ്പത്തിൻ്റെ ഹീലിംഗ് വരാറുണ്ട്. പിന്നെ രണ്ടാമത് എന്തോ ഒരു ഓപ്ഷൻ പറഞ്ഞല്ലോ, റേക്കി വെച്ചിട്ട് നമ്മളെ ഹീൽ ചെയ്യും. ഈ സമ്പത്ത് പണത്തിന് നമ്മൾ ഹീൽ ചെയ്യുക. റേക്കി വെച്ചിട്ട് ശാരീരികവും മാനസികവും സാമ്പത്തികവും വൈകാരിക തലങ്ങളിൽ, എനർജറ്റിക് തലങ്ങളിൽ, ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ തലങ്ങളിലേക്കും നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. അപ്പോൾ റേക്കി വെച്ചിട്ട് തന്നെ നമ്മൾ ഹീൽ ചെയ്യും. പിന്നെ ദിവസവും നമ്മൾ നന്ദി പറയുക എന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീച്ച ഉടനെ അല്പം സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മൾ നന്ദി പറയുക. അന്ന് കിട്ടിയ എല്ലാത്തിനും നന്ദി പറയുക. പിന്നെ ഇതിലേറ്റവും പ്രധാനം നമ്മൾക്ക് സെൽഫ് ലവ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ സ്നേഹവും നമ്മളിലേക്ക് വരും. അതെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ മിറർ നോക്കിയിട്ട് ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ റേക്കി അറ്റ്യൂൺമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ, റേക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിലെ സ്നേഹം ഒരുപാട് ഉയരും. ഈ സ്നേഹം ഉയരുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. ഈ സംസാരം ഇപ്പം മാഡം സംസാരിക്കുന്നത് നല്ലൊരു എന്താ പറയുക, നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കാര്യം അത്രയും ഒഴുക്കുണ്ട്, ഒരു സ്നേഹവും കടലും ഒക്കെ ഉണ്ട്. ഇത് റേക്കിക്ക് ശേഷമാണോ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നത്? തീർച്ചയായും. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അതിന് മുൻപ് ഞാൻ പരമാവധി ദേഷ്യം വരാത്ത ആളല്ല, ദേഷ്യം ഉള്ളിൽ അടക്കി വെക്കുന്ന ആളായിരുന്നു. എപ്പോഴെങ്കിലും ക്ഷമ പൊട്ടിയിട്ട് നമ്മളിങ്ങനെ പറയും പോലെയാണോ? അല്ലെ, അടക്കി വെച്ചിട്ട് ആ ദേഷ്യമെല്ലാം തീർക്കും. അതെ, അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് വന്നു. റേക്കി അറ്റ്യൂൺമെന്റ് എടുത്തതിന് ശേഷം എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുക എന്നതിനപ്പുറം എൻ്റെ മാനസികമായിട്ട് എനിക്കൊരു ശാന്തി, സമാധാനം, അതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷമൊക്കെ ലൈഫിൽ വന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയോ, ഇതാണോ സന്തോഷം, ഇതാണല്ലേ സമാധാനം എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതിനുശേഷം എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹം ഒരുപാട് വർദ്ധിച്ചു. അതിനുശേഷം എൻ്റെ സാമ്പത്തികവും ഭദ്രാവാൻ തുടങ്ങി. അത് സെൽഫ് ലവ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. ഇതിപ്പം നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, എണീച്ചു പറഞ്ഞാൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള സന്ദർഭവും സാഹചര്യമൊന്നുമില്ല. ഈ സാമ്പത്തികം തന്നെയാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് കണ്ണാടിയിൽ നേരെ ചൊവ്വേ നോക്കാൻ പോലും പറ്റില്ല. മുടി പോകുമ്പോൾ തന്നെ ഇങ്ങനെ കോതിയിട്ട് ഓടുകയാണ്. ഒരല്പനേരം ഒന്ന് നിൽക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മുടെ സാമ്പത്തിക പ്രശ്നമാണ്. പക്ഷേ ഇതിന് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നമായിട്ട് വരുന്ന ഒരാൾ, അദ്ദേഹത്തോട് ഞാൻ പറയുവാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ശീലിക്കൂ, നാളെ മുതൽ നന്ദി പറയാൻ പറയുവാണ്. ഇദ്ദേഹം എങ്ങനെ ആലോചിച്ചാലും ഇദ്ദേഹത്തിന് നന്ദി പറയാനുള്ളൊരു കാരണം ഇദ്ദേഹത്തിന് കിട്ടില്ല. അദ്ദേഹം ആ ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെ, അല്ല ഞാൻ എന്റെ സംശയങ്ങൾ അതാണ്. ഞാൻ വെറുതെ ആരോടും നിന്ന് പറയാ, ഈ നോട്ടിന് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് മനസ്സിലാവൂ എന്നൊക്കെയാണ്. അങ്ങനെയായിരിക്കും. അപ്പൊ ആദ്യം ഇങ്ങനെയുള്ളവർക്ക് ഞാൻ ആദ്യം ഒരു സറണ്ടർ മെഡിറ്റേഷൻ കൊടുക്കും. സറണ്ടർ ചെയ്യുക. നമ്മളിലുള്ള വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഒരു ആ ശക്തിയുടെ അല്ലെങ്കിൽ ഒരു റേക്കിയുടെ, പ്രപഞ്ചശക്തിയുടെ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്വതന്ത്രമാവുക എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് ഈ പ്രയാസങ്ങളെല്ലാം നമ്മളൊന്ന് കഴുകിക്കളയുക ഫസ്റ്റ്. അതിൻ്റെ ശേഷം അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശീലിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കും. സറണ്ടർ ആവുക എന്നുള്ളതാണ്. പിന്നെ യാന്ത്രികമായിട്ടെങ്കിലും പറയൂ. തുടക്കത്തിൽ യാന്ത്രികമായിട്ടെങ്കിലും പറയൂ. ഉള്ളതിന് ആദ്യം നന്ദി പറഞ്ഞു തുടങ്ങൂ. ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ഇല്ലാത്തതും നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ശരിയാ. അത് നല്ല സംഭവം. അത് ഉള്ളതിന് നന്ദി പറയുക, പിന്നെ സ്വാഭാവികമായിട്ട് വന്നു. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡെയിലി അങ്ങനെ ശീലിക്കുമ്പോഴേക്കും നന്ദി പറയാതെ നമുക്കൊരു ദിവസം എണീക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അല്ലേ? പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ചിലരുടെ അടുത്ത് നന്ദിയോ സോറിയോ ഒന്നും പറയാൻ തോന്നില്ല. അതായത് ഞാൻ തന്നെ ഹീൽ ചെയ്ത് സോറി പറയൂ, അവരോട് ക്ഷമിച്ചു കൊടുക്കൂ. അവരുടെ അടുത്ത് നമ്മളെ ഒരു വേദനിപ്പിച്ച ഒരാളുടെ അടുത്ത് നമ്മൾ ക്ഷമിച്ചു കൊടുത്താൽ നമ്മളാണ് രക്ഷപ്പെടുന്നത്. അവരുടെ അടുത്തുള്ള ദേഷ്യവും പ്രയാസവും നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനാണ് പ്രയാസം. പക്ഷെ ചിലർക്കൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാ? അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടോ എന്തോ അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കില്ല. എല്ലാവരോടും ഒന്നും ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ നിൽക്കുന്നവർക്ക് ചെറിയ ടെക്നിക്ക് വേറെ പറഞ്ഞു കൊടുക്കും. പീഡനങ്ങളിൽ ഏർപ്പെട്ട പെൺകുട്ടികൾ അതിജീവിതമായ ഒരുപാടുണ്ട്. അവരെങ്ങനെ അവർക്ക് ഈ ലൈഫ് അങ്ങോട്ട് പോകുമ്പോൾ അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ശരിയാകുമോ? അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ മറ്റേ ചെയ്ത ആൾക്കൊന്നും ചിലപ്പോൾ ഇതിൽ കുറ്റബോധമൊക്കെ ഉണ്ടാവണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അനുഭവിച്ചവരുണ്ടല്ലോ,
അവർക്കിത് അവർ ആ മാനസിക നിലയിൽ നിന്ന് എങ്ങനെ അവർക്ക് മാറാൻ പറ്റും? അത് ഇതുപോലുള്ള റേക്കി ഹീലിങ്ങിലൂടെ നമ്മൾ നല്ല രീതിയിൽ ഹീലിംഗ് കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഇത്തരം പ്രാക്ടീസുകളും കൂടെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും. അത് അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തവരോട് നമുക്ക് വേറെ ടെക്നിക്സ് ഉണ്ട്. ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ലാത്ത കാര്യമാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റുമെങ്കിലൊന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അത് നമ്മളിൽ നിന്ന് പോവണം. എന്നാൽ നമുക്കത് ആരോടെങ്കിലും പറയാനോ അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ചു കൊടുക്കാനോ നമുക്ക് പറ്റുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം നമ്മൾ വേറെ തരം ഹീലിംഗ് ചെയ്യാറുണ്ട്. അപ്പം അത്തരക്കാർക്ക് പറ്റുമെങ്കിൽ ആ ഒരു ടെക്നിക്ക് അതിൻ്റെ ഒരു അംശമെങ്കിലും പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിനൊരു ഇപ്പോൾ മണിച്ചിത്രത്താഴ് അതിൽ ശോഭനയുടെ ആ ദേഷ്യം പോയത് എങ്ങനെയാ? അതായത് പിന്നെ അതുപോലുള്ളൊരു പ്രതിമ ഉണ്ടാക്കി, ശോഭനയല്ല, ഈ പറഞ്ഞ നാഗവല്ലിക്ക് ശരീരത്തിൽ ആവേശിച്ച നാഗവല്ലി, അതെ, ദേഷ്യം പോയത് ആ കഴുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. അതെ, കറക്റ്റ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം പുറത്തേക്ക് എടുത്തെറിയണം, എങ്കിൽ മാത്രമേ അത് പോവുള്ളൂ. ആ രീതിയിൽ നമ്മൾ എറിയാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും. അത് ചിലർ പറയും ഈ ഫോട്ടോസ് കത്തിച്ച് കളയുക എന്നൊക്കെ പറയും. നമ്മള് ഫോട്ടോസ് കത്തിച്ച് കളയാം, അവരുടെ എഴുതിയിട്ട് കത്തിച്ച് കളയാം, അങ്ങനെ പേരെഴുതി കത്തിച്ച് കളയാം. അപ്പം നമുക്ക് റിലീഫ് കിട്ടും എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ റേക്കി വെച്ചിട്ട് തന്നെ അവരെ കൊണ്ട്, അവരൊറ്റയ്ക്കല്ല, അവരെ കൊണ്ട് റേക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കും. പല ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്ന് ഇതാണ്, ഓരോന്നാണ് അല്ലേ? എല്ലാവർക്കും എല്ലാ ടെക്നിക്സും ആയിരിക്കില്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ? അതെ. ഇപ്പോൾ ഒരു ഹീലിംഗ് ചെയ്തതിൽ ഞാൻ ഫോർഗീവ്നെസ് ചെയ്യണം, ക്ഷമിച്ചു കൊടുക്കണം എന്ന് ഫോണിലൂടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി എന്നോട് തിരിച്ചു പറഞ്ഞതാ, ഞാൻ മരിച്ചാലും ഫോർഗീവ്നെസ് ചെയ്യൂല, ഞാൻ ക്ഷമിച്ചു കൊടുക്കൂല, ചേച്ചിയല്ല ചേച്ചിയുടെ മുത്തപ്പൻ പറഞ്ഞു വന്നാലും ഞാനത് ചെയ്യില്ല എൻ്റെ അടുത്ത് പറഞ്ഞതാ. പക്ഷെ പിന്നെ നമ്മൾ നിരന്തരം സംസാരിച്ച് ആ കുട്ടി ആ ഒരു ഇതിലേക്ക് വന്നു. ഇതിപ്പം നമ്മൾ അത് ഈ ദേഷ്യം മനസ്സിൽ വെക്കുമ്പോഴും നമ്മൾ താഴോട്ട് പോവുകയുള്ളൂ അല്ലേ? അതെ, നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല. ഈ ദേഷ്യം, സങ്കടം, കുറ്റബോധം, ഈ കുറ്റബോധം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ ഉമിത്തിയിൽ നീറുന്നത് കൂട്ടായിരിക്കും. നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ നമ്മളിലേക്ക് സമ്പത്ത് വരുന്നതിന് തടസ്സമാണ്. തീർച്ചയായിട്ടും നമ്മളിലേക്ക് സമ്പത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും തിരയണ്ട, എൻ്റെ ഉള്ളിൽ എന്തോ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, നമ്മൾ തിരഞ്ഞാൽ മതി. അതെന്താണെന്ന് നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കും കേട്ടോ. അതായത് നോട്ട് എടുത്ത് വെച്ച് ഞാൻ സംസാരിക്കും നോട്ടിനോട്. തീർച്ചയായിട്ടും അല്ലെ, ഒരു പണം ഉദ്ദേശിച്ചിട്ട് ക്ഷമിക്കണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു, പിന്നെന്താണ് താങ്ക് യു ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അതെ അതെ. എന്താണ് നിനക്ക് ഇനി ഇതുപോലെ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചിലപ്പോൾ വളരെ സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ പോലെ എടുത്തിട്ട് അതിനെ സ്മെല്ല് ചെയ്യുക, ഉമ്മ വയ്ക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ സ്നേഹം എങ്ങനെയൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മണി നമ്മളോടൊപ്പം ഉണ്ടാവും അല്ലേ? നമുക്ക് സമ്പത്ത് വരണമെങ്കിൽ നമ്മളതിന് ഒരുപാട് പണം ചിലവാക്കുമോ ഒന്നും ചെയ്യണ്ട, നമ്മൾ അല്പം സമയം മാത്രമാണ് ചിലവാക്കേണ്ടത്. ടീച്ചിങ് എന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണ്? ഓൺലൈനാണോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എത്ര ശിഷ്യഗണങ്ങളുണ്ട്? ഒരു 100ന്റെ മേലെ ആളുകൾക്ക് ഇപ്പോൾ അറ്റ്യൂൺമെന്റ് കൊടുത്തു പഠിപ്പിക്കുന്നുണ്ട്. 100ന് മേളുണ്ടല്ലേ? അത് ശരി. വെറുതെ ചെറിയ ആളല്ല, ശബ്ദം ചെറുതെന്നുള്ളൂ, പക്ഷെ ആള് വലുതാണ്. അപ്പോൾ 100ന് മേളിൽ ശിഷ്യഗണങ്ങളുണ്ട്. എനിക്ക് കഴിയുന്നതും ആളുകളെ കേൾക്കുക എന്നുള്ളത് ഞാൻ അതിന് പരമാവധി സമയം കൊടുക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കണം. ഇത് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുള്ള, എനിക്കൊരു പുനർജന്മം തന്നെ തന്നിട്ടുള്ള ഒരു കാര്യമാണ് റേക്കി. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ഒരുപാട് പേരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ ആദ്യം വേറെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് മാസത്തിലൊരു സാലറി കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൂടാതെ ഓരോരുത്തർ അനുഭവങ്ങൾ വിളിച്ച് പറയുമ്പോൾ, അവർക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ശരിക്കും അപ്പോൾ ആണ് ഞാൻ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നത്. അപ്പോൾ ഫാമിലി എങ്ങനെയാണ്? ഫാമിലി എങ്ങനെ സപ്പോർട്ട്? ആരൊക്കെ ഉണ്ട് ഫാമിലി? ഞാൻ, ഹസ്ബൻഡ്, മോന് അടങ്ങിയിട്ടുള്ള കുടുംബമാണ്. ഹസ്ബൻഡ് ഇങ്ങനെ റേക്കി എന്ന് വേണ്ടി പോകുമ്പോൾ എതിർക്കാറുണ്ടോ? ഇത്തരം വിശ്വാസം പാഴാണെന്നൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ, പ്രതിസന്ധികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. റേക്കി തട്ടിപ്പാണ്, അതുപോലെ കൂടോത്രാണ്, ഈ രീതിയിലുള്ള പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കാൻ വേറെ ആൾ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ മോനാണ്. മോനിവിടെ കൂടെ ഉണ്ടല്ലോ, ഞാൻ കണ്ടു. അതെ അതെ. പിന്നീട് ഇപ്പോൾ ഹസ്ബൻഡ് അറ്റോൺമെന്റ് എടുത്തു. എൻ്റെ ശിഷ്യനായ ഏക ഗുരു. അത് നമ്മൾ സ്വയം പ്രകാശിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്പം കഴിഞ്ഞാലെങ്കിലും മറ്റുള്ളവർക്ക് ആ പ്രകാശം ഏറ്റുവാങ്ങിയേ തീരൂ. തീർച്ചയായിട്ടും നല്ലൊരു വാക്കാണത്. സ്വയം പ്രകാശിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും. ആദ്യമെല്ലാം ഞാൻ മറ്റുള്ളവരെ നന്നാക്കാം എന്നുള്ള ഇതിൽ വന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്വയം മനസ്സിലായി ഞാൻ നന്നാവണം, ഞാൻ സ്വയം പ്രകാശിക്കണം, ഞാനാണ് നന്നാവേണ്ടത്. അപ്പൊ എല്ലാരും അത് ഫോളോ ചെയ്തോളൂ. വലിയ ഫീസ് ഉണ്ടോ ഇത് പഠിക്കുന്നതിന്? ഇല്ല, ഫീ ഇല്ല എന്നല്ല, ഫീ വാങ്ങുന്നുണ്ട്, വലിയ ഫീ അങ്ങനെയൊന്നുമല്ല. ഇല്ല, എന്തായാലും ആൾക്കാർക്ക് താങ്ങുന്ന ഫീസ്. അതെ അതെ. എന്തിനും ഒരു ദക്ഷിണയല്ല, ഫീസ് കൊടുത്ത് പഠിച്ചാലേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് ഞാനും അറിയുന്നു. കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല, അതിന് വിലയുണ്ടാവില്ല. പിന്നെ റേക്കിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു നമ്മൾ വെറുതെ ഒരാൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ റേക്കി പഠിക്കാൻ റേക്കി ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പണം വരും.